6-ാം ദിവസവും യാത്രക്കാരെ വലച്ച ഇന്ത്യ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുകയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. DGCയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ CEO ഇന്ന് മറുപടി പറയും. പ്രതിസന്ധി തുടരുമ്പോഴും ഭൂരിഭാഗം സർവീസുകളും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇന്ത്യയുടെ അവകാശവാദം. പ്രതിസന്ധിയിൽ രാഷ്ട്രീയ വാക്പോരും തുടരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. പറയൂ ബൽറാം. ഇൻഡിഗോ പ്രതിസന്ധിയുടെ 6-ാം ദിവസമാണ് ഇന്ന്. എന്നാൽ പ്രതിസന്ധി പരിഹരിച്ചു വരുന്നു എന്നാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. രാജ്യത്തെ 138 ഡെസ്റ്റിനേഷനുകളിൽ 135 എണ്ണത്തിലേക്കും ഇന്ന് സർവീസ് നടത്താനായി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് 95% സർവീസുകളും പുനരാരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നും മറ്റ് സർവീസുകൾ വരും മണിക്കൂറുകളിൽ മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ പൂർണ്ണമായും അത് പുനഃസ്ഥാപിക്കും എന്നുമാണ്. ഇന്ന് 1500ഓളം സർവീസുകൾ ഇന്ന് രാജ്യവ്യാപകമായി നടത്തും എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അതുതന്നെയാണ്. സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു. യാത്രക്കാരുടെ വലിയ തിരക്ക് കഴിഞ്ഞ 2 ദിവസമുണ്ടായിരുന്ന അത്രത്തോളം വലിയ പ്രതിസന്ധി ഇന്നില്ല എന്നുമാണ് ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. അതേസമയം എയർ ഇന്ത്യ CEO അടക്കമുള്ള ഉന്നതർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു DGCയെ. അതിനുള്ള മറുപടി ഇന്ന് സമർപ്പിക്കും. ഒപ്പം തന്നെയാണ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് അവരുടെ പണം തിരികെ നൽകാനുള്ള തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇന്നാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ആ പണം തിരികെ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു പ്രതിസന്ധിയിലുള്ള രാഷ്ട്രീയ വാക്പോരും തുടരുന്നു. കുത്തകവൽക്കരണത്തെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടിയായാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്ത് വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനും ഈ മേഖലയിൽ മത്സരം വർദ്ധിപ്പിച്ച് അതിലൂടെ യാത്രക്കാർക്ക് ഗുണകരമായ സാഹചര്യം ഉണ്ടാകാനുമുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നും ഇതൊരു രാഷ്ട്രീയ വാക്പോരിന്റെ സമയമല്ല, ജനങ്ങളുടെ പ്രതിസന്ധിയുടെ സമയമാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.